ഒരുപാട് വീടുകളിൽ മക്കളുടെ മുന്നിൽ തൻ്റെ അച്ഛനെ വില്ലനാക്കുന്ന അമ്മമാർ ഒരുപാട് നിങ്ങൾക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ, കണ്ടിട്ടുണ്ടോ അങ്ങനെ? എങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ, കേട്ടോളൂ അമ്മമാർ. അതുപോലെ തന്നെ മക്കൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്നും നിങ്ങൾ കേൾപ്പിച്ചും കൊടുക്കണം കേട്ടോ. അവർക്കറിയാതെ, അവർ പോലും മനസ്സിലാക്കാതെ അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വീടിൻ്റെ ഭാവിയും മക്കളുടെ ജീവിതവും തകർക്കുന്ന വിഷവിത്തുക്കളായി മാറുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയോ? അച്ഛൻ നിങ്ങളോട് സ്നേഹമില്ല. അച്ഛൻ വരുന്നുണ്ട്, പുസ്തകങ്ങളെടുത്തോ, പെട്ടെന്ന് പഠിക്കാനിരുന്നോ, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അപ്പുറത്തെ വീട്ടിൽ അച്ഛനെ കണ്ടില്ലേ, എത്ര നല്ല മനുഷ്യനാണ്, എന്തൊരു സ്നേഹമാണ് മക്കളോടൊക്കെ അല്ലേ? ഇതൊക്കെ വെറുതെ പറയുന്ന വാക്കുകളല്ല കേട്ടോ സുഹൃത്തുക്കളെ. കുട്ടികളുടെ ഹൃദയത്തിൽ വർഷങ്ങളോളം വേരെടുക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവിടെ നിന്നാണ് അച്ഛൻ വില്ലനായി മാറുന്നത്. അമ്മ മക്കളുടെ ഇഷ്ടങ്ങൾക്ക് കേൾക്കുന്ന ഒരു ദൂതിയായി മാറുകയാണ്. പക്ഷേ സത്യം അതല്ല, കഥയും അതല്ല. ഒരു പിതാവ് ജീവിതത്തിന്റെ കൊമ്പുകളെ മറികടന്ന് ചതിക്കൊഴികളെ മറികടന്നുകൊണ്ട് ലഹരിയും ദുർമാർഗങ്ങളൊക്കെ കണ്ടും പേടിച്ചും മക്കൾ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമാകുന്നു എന്ന് എത്ര പേർക്ക് അറിയാം? നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് കൂട്ടുകാർ നല്ലത് വേണം. വൈകിട്ട് സമയത്ത് വീട്ടിലെത്തണം. ആ സമയത്ത് അങ്ങാടിയിൽ തെണ്ടിപ്പോകരുത്. പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാണെന്ന് ചോദിക്കും. ഇത് വെറുപ്പിന്റെ ചെങ്ങലയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അച്ഛന്റെ കരളിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ കരുതലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. താൻ കണ്ട കഷ്ടപ്പാടുകളോ എല്ലാം തന്നെ മക്കൾക്ക് ഒരിക്കലും വരരുത് എന്ന യാചനയാണത്. അച്ഛന്റെ സ്നേഹം എന്ന് പറഞ്ഞത് ഈ ഭയം, ഈ കരുതലൊക്കെ പറയുന്നത്. കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരാണ്? അമ്മയാണ് കേട്ടോ. ഒരു ബോധമുള്ള, ലോകമുള്ള, ഉത്തരവാദിത്തമുള്ള അമ്മ മക്കളോട് പറയുന്ന ഇതായിരിക്കും. അച്ഛൻ ശാസിക്കുന്നത് വെറുപ്പ് കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ള അമിത സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന്. കർശനതയിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹമുണ്ട്. അച്ഛനനുസരിച്ച് വളരുന്ന മക്കൾ ജീവിതത്തിൽ തെറ്റാൻ ഒരിക്കലും ഇടയില്ല എന്ന്. അത്തരമൊരു വീട്ടിൽ മക്കൾ വഴിതെറ്റുകയില്ല കേട്ടോ. പക്ഷെ വികാരം, അറിവില്ലായ്മ, തെറ്റിദ്ധാരണ ഇതൊക്കെ ചേർന്നാൽ ചില അമ്മമാർ ചെയ്യുന്നത് ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് എന്നുള്ളതാ. അമ്മയും മക്കളും ഒരു വശം, അച്ഛൻ മറുവശത്തായിരിക്കും. അങ്ങനെ ആയാൽ ആ വീടിൻ്റെ മാത്രമല്ല കുട്ടിയുടെ മനസ്സും രണ്ടായി പിളരുന്നു എന്നർത്ഥം. അച്ഛൻ്റെ ശാസനം എന്ന് പറയുന്നത് ദോഷമായി മാറുന്നു എന്നർത്ഥം. അച്ഛൻ്റെ നിയന്ത്രണമൊക്കെ തന്നെ വിരോധമായി മാറുന്നു. ആ വിരോധം അവരെ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് നിങ്ങൾ അറിയണം കേട്ടോ. ലഹരി, തെറ്റായ കൂട്ടുകാരുടെ രാത്രി വൈകിയത്തിൽ അനുസരണക്കേട്, ഇതൊക്കെ തന്നെ അച്ഛൻ്റെ കഠിനതയിൽ നിന്നല്ല, വീട്ടിനകത്തെ അമ്മയുടെ തെറ്റായ ധാരണയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണെന്ന് അർത്ഥം. സുഹൃത്തുക്കളൊരു കാര്യം മനസ്സിലാക്കുക, ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമുള്ള പോരാട്ടമല്ല. അച്ഛൻ്റെ കർശനത, അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹം പരസ്പരം വ്യത്യാസമല്ല എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? നമ്മൾക്ക് ഇതൊക്കെ പരസ്പരം പൂരകങ്ങളാണ്. മക്കൾക്ക് മുന്നിൽ അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ, ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വീട്ടിലെ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളുടെ മുന്നിൽ ഒരിക്കലും നിങ്ങൾ അച്ഛനെയോ അമ്മയോ വില്ലനാക്കാൻ ശ്രമിക്കാതിരിക്കുക. അച്ഛനും അമ്മയും കൈകോർത്താൽ കുട്ടിയുടെ ഭാവി വളരെയധികം വലുതുവഴി മാത്രമേ തുറക്കുകയുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ ശക്തമാവും, സമൂഹത്തിൽ ദൃഢമാവും അവരുടെ നാളെയും. അതുപോലെ തന്നെ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ വിജയം, നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അച്ഛനെ വില്ലനാക്കാതിരിക്കാൻ ഓരോ വീട്ടിലമ്മമാർ ശ്രദ്ധിക്കുക. അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചെടുത്തുകൊണ്ട് മക്കളുടെ മുന്നിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലവരായിട്ട് ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.